കുറച്ച് വലിയ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതാ ഈ നിൽക്കുന്ന മുതലുണ്ടല്ലേ എൻ്റെ സ്വന്തം ചേച്ചി. ഇനി ഇഷ്ടമുള്ള എന്ത് സാധനവും എനിക്ക് മേടിച്ചു തരും. അതിന് പൈസയൊന്നും ഇന്ന് വരെയും നോക്കിയിട്ടില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നും എൻ്റെ ചേച്ചി എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരയില്ലേ, അപ്പം ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമല്ലോ. അതും അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം എൻ്റെ ചേച്ചിയുടെ കയ്യിരിക്കുന്ന ഫോണിന് നല്ല രീതിയിലുള്ളൊരു തകരാറും സംഭവിച്ചിട്ടുണ്ട്. ഫുൾ ലൈൻ ഇങ്ങനെ വീഴാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് ഒരു പുതിയൊരു ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന്. അതും നമ്മുടെ പൈസയ്ക്ക് മേടിച്ചു കൊടുക്കണം. പക്ഷേ ഈ ഒരു ഫോൺ വാങ്ങാനുള്ള പൈസ അത്രയും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് വേറൊരാളും കൂടെ ചേർന്നാണ് ഈ ഒരു ഫോൺ വാങ്ങിച്ചത്. അപ്പം ആളാണ് പറഞ്ഞത് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഫോൺ എത്ര പൈസയായാലും കുഴപ്പമില്ല, നമുക്ക് മേടിച്ച് കൊടുക്കാമെന്ന്. അതും ചേച്ചിയുടെ ബർത്ത്ഡേ ടൈം ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോഴാണ് മേടിച്ചത്. അപ്പോൾ ചേച്ചിക്ക് ഫോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് റിവ്യൂസ് നോക്കിയിട്ടാണ് ഈ ഫോൺ മേടിച്ചത്. ഇത് വിവോയുടെ X200 Pro Max അങ്ങനെ എന്തോ ആണ്. ഒരു രക്ഷയില്ല, കിഡിലും ഫോണെന്ന് വെച്ചാൽ കിഡിലും ഫോണാണ്. പിന്നെ ചേച്ചിക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കി പരിപാടി എന്ന് വെച്ചാൽ അതിലുള്ള സാധനങ്ങളെല്ലാം പൊളിച്ചെടുത്ത് നോക്കും, എന്തൊക്കെയുണ്ടെന്ന് അറിയണമല്ലോ. അത് കഴിഞ്ഞപ്പോൾ വാമി എന്നെ ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല, പിടിച്ച് അവളെ കൂടെ ഇരുത്തി കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നും അവിടെ കിടന്ന് ഓട്ടമായിരുന്നു. പിന്നെ അവിടെ ഉള്ളവർക്ക് നമ്മളെ നല്ല രീതിയിൽ അറിയാമെന്നുള്ളതുകൊണ്ട് അവർ നമ്മളെ വഴക്കൊന്നും പറഞ്ഞില്ല. കാരണം ഞങ്ങൾ മിക്ക ഫോണും ഈ റിലയൻസിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. എൻ്റെ ഐഫോണ്, ചേട്ടൻ്റെ X23 അൾട്ര, അങ്ങനെ എനിക്ക് തോന്നുന്നു 5-6 ഫോൺ അവിടെ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. കാരണം ചേച്ചിയുടെ പഴയ ഫോണിലെ ഡേറ്റാസ് എല്ലാം പുതിയ ഫോണിലോട്ട് ആക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലല്ലോ, ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റോൾ മന്തിയിൽ എന്താണ് പോയത്. കാരണം നമ്മൾ ലുലു മോളിലും പോയി. അവിടുത്തെ ഷോർട്സ് ഒന്നും ഞാൻ എടുത്തില്ല, കാരണം എപ്പോഴും ലുലു മോളിലല്ലേ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.